ലക്ഷദ്വീപിലാണുള്ളത്. ലക്ഷദ്വീപിലെ കൽപ്പേനി എന്ന ദ്വീപിലാണുള്ളത്. ഇവിടെ ലക്ഷദ്വീപിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ വളമില്ലാത്ത തേങ്ങയാണ്. ആ തേങ്ങയിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് അസ്രു ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അതിനെക്കുറിച്ച് കാണാനും അതറിയാനുമാണ് നമ്മളങ്ങനെ ലക്ഷദ്വീപിൽ വന്നത്. എങ്ങനെയാണ് ഒരു വെന്ത വെളിച്ചെണ്ണ ലക്ഷദ്വീപിൽ നിന്നുണ്ടായി വരുന്നതാണ് നമ്മുടെ ആളുകളിലേക്ക് നമ്മളന്ന് കാണിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടായി വരുന്നത് നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിരിക്കുകയാണ്. അസ്രു ഇവിടെ നിന്നുകൊണ്ട് ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ആൾക്കാരൊന്ന് കാണിക്കാനായിട്ട് പോകണ്ടോ. അസ്രു, എന്തായാലും ലക്ഷദ്വീപിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ ഇതിനെ സമ്മതിക്കണോടാ. അത് മാത്രമല്ല കേട്ടോ, ഈ ഒരു തേങ്ങയ്ക്കും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. വെറുതെ ഇത് ചെയ്യുന്നില്ല. അത് എന്തൊക്കെയാണ് നമ്മൾ ആൾക്കാരൊന്ന് കാണിച്ചു കൊടുക്കാം. അസ്രു, ലക്ഷദ്വീപിൽ വന്ന് ലക്ഷദ്വീപിന്റെ ഏറ്റവും വലിയൊരു സമ്പത്ത് തേങ്ങ കേട്ടോ. ആദ്യ സമയങ്ങളിലൊക്കെ ആൾക്കാർ ജീവിച്ചിരുന്നത് തേങ്ങ. എന്താ അവിടുത്തെ തേങ്ങയുടെ പ്രത്യേകത? നമ്മളെ തേങ്ങ ലക്ഷദ്വീപത്തെ തെങ്ങിന് വളമിടൂല. ഇല്ല. ലക്ഷദ്വീപത്തെ തെങ്ങ് തനിയെ ഉണ്ടാവും, അതിന് തനിയെ കായ ഉണ്ടാവും. നമ്മൾ പറിച്ചു കൊടുത്താൽ മാത്രം മതി. ദൈവം ലക്ഷദ്വീപിന് നൽകിയ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് തെങ്ങ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓരോ തെങ്ങിന്റെ വളർച്ചയിലും അതിൻ്റെതായ വളങ്ങൾ ചേർത്താലാണ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ അതല്ല, പ്രകൃതി എന്താണോ അല്ലെ ഒരു തെങ്ങിനെ വളർത്തുന്നത്, അതിൽ നിന്നാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതെ അതെ. അസ്രു, നമ്മൾ നേരത്തെ ലക്ഷദ്വീപിലെ തേങ്ങയുടെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞില്ലേ? പക്ഷെ നീ എന്നോട് പറഞ്ഞു നമ്മുടെ എണ്ണയ്ക്ക് ഉപയോഗിക്കുന്ന തേങ്ങയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. എന്താ അതിന്റെ പ്രത്യേകത? നമ്മള് തെങ്ങ് എല്ലാ തേങ്ങയും കൊണ്ട് നെയ്യ് ഉണ്ടാക്കില്ല. ലക്ഷദ്വീപുകാര് നെയ്യ് വേകുന്ന തേങ്ങ പ്രത്യേകത ഉണ്ട്. അതായത് ആ തേങ്ങ മാത്രമേ തെങ്ങിന്ന് എടുക്കുകയുള്ളൂ. അപ്പൊ ഇവിടെയുള്ള എല്ലാ തെങ്ങിൽ നിന്നും അല്ല തേങ്ങ ഉണ്ടാക്കുന്നത്. നെയ്യ് വേകുന്നതിനായിട്ട് സ്പെഷ്യൽ തേങ്ങ തന്നെ ഉണ്ട്. അത് വെച്ചാണ് ചെയ്യുന്നത്. അത് നമ്മൾ പാരമ്പര്യമായിട്ട് തെങ്ങ് കയറുന്ന ലക്ഷദ്വീപ് കർഷകരിൽ അവരാണ് എടുത്തുനിന്നാണ് തേങ്ങ എടുക്കുന്നത്. ഓക്കെ. അതല്ല, സാധാരണ ഇപ്പൊ നമ്മൾ കുറെ തെങ്ങുണ്ടെന്നാണെന്ന് തേങ്ങ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കാമെന്ന അങ്ങനെയല്ല. അതിനുവേണ്ടി വേറെ തേങ്ങ വേറെ ഉണ്ട്. ഈ നെയ്യ് വേകുന്നതിന് വേറെ പ്രത്യേക തേങ്ങ തന്നെ ഉണ്ട്. അസ്രു, ഇത് ആക്ച്വലി ഇപ്പൊ നമ്മൾ കാണുന്നത് തേങ്ങയല്ലേ? ഇത് എങ്ങനെ എന്റെ പ്രോസസ് എങ്ങനെയാണ് ആക്ച്വലി? ഇതാദ്യം നമ്മള് തേങ്ങ വെട്ടി ചെരവെടുക്കും. അതിന്റെ മേൽഭാഗത്തുള്ള പീര ആദ്യം മാറ്റി വെക്കും. മേൽഭാഗത്ത് പീര, അടിപ്പീര നമ്മൾ വേർതിരിച്ചു വെക്കും. എന്നിട്ട് അതെടുത്ത് പിഴുങ്ങും. ആ പുഴുങ്ങലാണ് ഇപ്പൊ നമ്മളിവിടെ നടക്കുന്നത്. പിന്നെ ഇത് പുഴുങ്ങി ഒരു ഭാഗം ആയതിനു ശേഷം ഒരുപാട് ടൈം എടുക്കും. ഏകദേശം ഒരു 2 മണിക്കൂർ ടൈം എടുക്കും ഇത് പിഴുങ്ങായിട്ട്. ഇത് പിഴുങ്ങി കഴിഞ്ഞതിന് ശേഷം ഇത് പിഴിയും. ആ പിഴിനെ നമുക്ക് കാണാം. പിഴിഞ്ഞതിന് ശേഷം ആ പിഴിഞ്ഞ പാല് നമ്മൾ വീണ്ടും ഇതിൽ വെച്ചിട്ട് കുറുക്കിയാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. ഒരുപാട് ടൈം എടുക്കും. നോർമലി എത്ര സമയം വരെ എടുക്കും? ഏകദേശം നമുക്ക് ഒരു ദിവസം നമുക്ക് ഒരു 5 ലിറ്റർ ഒക്കെ ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന സാധനം എന്താ ചെയ്തേക്കുന്ന സാധനം? നമ്മളിപ്പോ തേങ്ങ ചിരവിട്ട് അത് പിഴിങ്ങാണ്. അസ്രു, നമ്മളെന്തായാലും തേങ്ങയൊക്കെ ചിരകി ഇനി എന്ത് പ്രോസസ് നടക്കുന്നത്? തേങ്ങ ചിരകി നമ്മൾ പിഴുങ്ങി ഏകദേശം ഒരു 2-3 മണിക്കൂർ നമ്മൾ പിഴുങ്ങിയിട്ട് അതിന് പാലെടുക്കാണ്. അതിൽ നിന്ന് പാല് എടുക്കാണ്. ഫസ്റ്റ് പാല് അത് നമ്മൾ ആദ്യം പിഴുങ്ങിയ പീര ആ ഒരു തുണിസഞ്ചിയിൽ ഇട്ടിട്ട് അത് എടുക്കാണ്. എടുത്തിട്ട് ഇങ്ങനെ കൈമാറി വരും. 3 വട്ടം കൈമാറി വരും. ലാസ്റ്റ് കിട്ടും. അത് ഫസ്റ്റ് മുൻപാലാണത്. ഫസ്റ്റ് പാലെന്ന് പറയും. അതിനുശേഷം അത് തന്നെ അതിൽ നിന്ന് എടുക്കാതെ കുറച്ച് വെള്ളത്തിലൊന്ന് പ്രസ് ചെയ്തിട്ട് അത് വീണ്ടും പാല് പിഴിയും. അതേപോലെ അങ്ങനെ 3 വട്ടം ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ പാഴെല്ലാം കൂടി കൂട്ടിയിട്ട് വീണ്ടും അതെന്ത് ചെയ്യും, അടുപ്പിൽ വെച്ചിട്ട് കുറുക്കും. അതിലുള്ള വെള്ള അംശങ്ങളൊക്കെ പോയതിനു ശേഷം അത് വെളിച്ചെണ്ണയായി കറക്റ്റ് നമ്മളിപ്പോ വെളിച്ചെണ്ണയായിട്ട് അത് വരും ചെയ്യാണ്. അസ്രോ, നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി നമ്മുടെ നീ പറഞ്ഞാൽ നെയ്യെന്ന് പറയും, നമ്മൾ പറഞ്ഞ എണ്ണ എന്ന് പറയും. അത് ഒഴിക്കാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
യെസ്, നമ്മൾ കുറേ നേരത്തെ ഒരു പ്രോസസ്സിന് ശേഷം എണ്ണ അങ്ങനെ വരിക കേട്ടോ. അസ്രോ, ഇതിപ്പോൾ എത്ര നാൾ വരെയൊക്കെ നിൽക്കൂടാ? ഇത് നമ്മൾ 1 വർഷം വരെ നിൽക്കും. 1 വർഷം വരെ നിൽക്കും അല്ലേ? 1 വർഷം വരെ ഇത് ഒരു കംപ്ലൈന്റും ഇല്ലാതെ നിൽക്കും. പക്ഷെ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കയ്യിലേക്ക് ഡയറക്റ്റ് നമ്മളെ കയ്യിലേക്ക് എത്തിയാൽ ഇതിന് കംപ്ലൈന്റ് വരും. നമ്മൾ ഉപയോഗിക്കുമ്പോൾ വേറെ പാത്രത്തിൽ എടുത്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. 1 വർഷം വരെ ലൈഫ് ഇതുണ്ട്. നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്തു. അല്ല, അത് മാത്രമല്ല, ഒരുപാട് ഈ ആയുർവേദ ഡോക്ടേഴ്സ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ് ഈ ഒരു വെന്ത വെളിച്ചെണ്ണ എന്നുള്ളതാണ്. പക്കാ നാച്ചുറൽ ആയിട്ട് ഒരു ഇതും ഇല്ല, ഒരു കെമിക്കലും ഒന്നും ഇല്ലാതെ സാധനം ഉണ്ടാക്കുന്നത്. ഞാനൊന്നൊരു കുപ്പിയിൽ ഫില്ല് ചെയ്യട്ടെ? ഫില്ല്. നിങ്ങളൊന്ന് ആലോചിക്കുക, ലക്ഷദ്വീപ് എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്നൊരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്ന ഒരു സംരംഭകനാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് അസ്രോ. കാരണം അസ്രോന്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണത് അല്ലേ? എന്താണ് അസ്രോന്റെ ഒരു ഇന്റൻഷൻ എന്താണ് ആക്ച്വലി? എന്താ പറയാ, ഒരു നല്ല സാധനം, മായം ചേർക്കാത്ത സാധനം എല്ലാവരിലേക്ക് എത്തുക എന്നാണ് നമ്മളെ ലക്ഷ്യം. യെസ്, അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ വിദേശത്ത് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഇത് സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഇതിൽ നൽകുന്നുണ്ട്. നിങ്ങൾ അസ്രോനെ കോൺടാക്ട് ചെയ്താൽ ഏത് വിദേശ രാജ്യമാകട്ടെ അവിടെ എല്ലായിടത്തും ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കാൻ തന്നെ. ഇനി ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് പോലെയുള്ള സ്ഥലങ്ങൾ, സൂപ്പർ മാർക്കറ്റിലെ ആളുകളൊക്കെയാണ് വീഡിയോ കാണുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചോളൂ. 100% ക്വാളിറ്റിയുള്ള ലക്ഷദ്വീപിന്റെ പ്യുവർ വെർജിൻ. അപ്പൊ അസ്രോ, അൽഹംദുലില്ലാ, വളരെ സന്തോഷം. അസ്രോന്റെ വലിയൊരു സ്വപ്നം. അസ്രോ ഭയങ്കര ഇമോഷണൽ ആണ് ചില സമയങ്ങളല്ല. കാരണം അസ്രോ ഇതിന് വേണ്ടി ഓടിയ ഓട്ടങ്ങളെല്ലാം ഞങ്ങൾ കുറെ നാളായിട്ട്. അപ്പൊ അസ്രോ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്നാലും അസ്രോ ജീവിതത്തിൽ വിജയിക്കട്ടെ എന്ന് ആശംസിച്ചു. വീണ്ടും കാണാം.